അയാളുടെ ഏറ്റവും വലിയ പരാജയം ഈ കുട്ടികൾക്ക് ആണ് സാധാരണ കോൺഫിഡൻസ് പെട്ടെന്ന് പോകുന്നത്. റിസൾട്ടിലേക്ക് വന്നിട്ടുള്ള ആസ്പിരൻസിന് എല്ലാവർക്കും തന്നെ അവർക്ക് ഉള്ളൊരു കോമൺ ഫാക്ടറാണ്. 1-2 വർഷത്തിൽ തീർച്ചയായിട്ടും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ആ ലൂപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അത് വിശ്വ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. തൻ്റെ പ്രശ്നം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ആസ്പിരൻസ് ഉണ്ട്. അങ്ങനെ ഓരോ ടാർഗറ്റ്സ് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. നമ്മളെ കൊണ്ട് ഇത് പറ്റുമെന്നുള്ള കോൺഫിഡൻസിൻ്റെ, വേണമെങ്കിൽ അതൊരു ഫേക്ക് കോൺഫിഡൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്ന മെയിൻസ് ആണ്. ലെജൻഡറി IAS മെൻറ്ററിൻ്റെ ചീഫ് മെൻറ്റേഴ്സായ നിതിൻ ചക്രവർത്തി സാറും പോൾസൺ സാറുമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. 1-2 അറ്റംപ്റ്റ് കഴിഞ്ഞതിന് ശേഷവും പ്രിലിംസോ മെയിൻസോ ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആസ്പിരൻസ് നമ്മുടെ ഇടയിലുണ്ട്. അവർ ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂസ് എന്താണെന്നും അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്നുമാണ് ഈ ഡിസ്കഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെൽക്കം സർ. സർ, ഒരു ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ പരാജയം എന്താണ്? ഒരു ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അയാളുടെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അതുപോലെ സെക്കൻഡ് അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടായാലും പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മെയിൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് തനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത്, എന്ത് ഇഷ്യൂ ആണ് തനിക്കുള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ പോകുന്നതാണ് ഏറ്റവും വലിയ പരാജയം. സർ, എന്തുകൊണ്ടാണ് പല ആസ്പിരൻസും പ്രിപ്പറേഷൻ്റെ ഒരു വിഷ്യസ് ലൂപ്പിൽ പെട്ടുപോകുന്നത്? അതിപ്പോൾ സാറ് പറഞ്ഞ ആൻസറിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. ഇപ്പോൾ പല ആസ്പിരൻസും നമുക്കറിയാം 1-2 തവണ പ്രിലിംസ് പാസ്സാൻ പറ്റിയില്ലെങ്കിൽ ചില ആസ്പിരൻസ് അത് പ്രിപ്പറേഷൻ വിട്ടിട്ട് മറ്റ് ഓപ്പർച്യൂണിറ്റീസ് തേടി പോകും. പക്ഷേ കൂടുതൽ ആസ്പിരൻസും ഓക്കെ നമ്മളെക്കൊണ്ട് ഇത് പറ്റുമെന്നുള്ള കോൺഫിഡൻസിൻ്റെ, വേണമെങ്കിൽ അതൊരു ഫേക്ക് കോൺഫിഡൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് വീണ്ടും അറ്റംപ്റ്റ്സ് കൊടുത്തുകൊണ്ടേയിരിക്കും. വീണ്ടും അറ്റംപ്റ്റ്സ് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ സാറ് പറഞ്ഞതുപോലെ തൻ്റെ പ്രശ്നം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ആസ്പിരൻസ് ഉണ്ട്. ആ ആസ്പിരൻസ് ആണ് ഈ വിഷ്യസ് ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിഷ്യസ് ലൂപ്പിൽ നിന്ന് അവർ പുറത്തേക്ക് വരണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു ഐഡൻറ്റിഫൈ ദെയർ ഇഷ്യൂസ്. സാറ് നേരത്തെ പറഞ്ഞതുപോലെ പല ആൾക്കാർക്കും അവരുടെ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ എങ്ങനെയാണ് ഒരു മെൻറ്റർ ഹെൽപ്ഫുൾ ആകുന്നത്? സോ ഈ ഭൂരിപക്ഷം ആസ്പിരൻസിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് സ്വന്തം ഇഷ്യൂസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതാണല്ലോ. അപ്പോൾ ഈ ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് പ്രോപ്പറായിട്ട് ഈ പ്രോസസ്സിലൂടെ, അതായത് പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ സ്റ്റേജിലൂടെ പല തവണ പോയിട്ടുള്ള വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള മെൻറ്റേഴ്സിന് ഇവരുടെ പ്രശ്നങ്ങൾ എന്തായിരിക്കുമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഈ വർഷങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് പല തരത്തിലുള്ള ആസ്പിരൻസിന് ഇവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പല ആസ്പിരൻസും പല ടൈപ്പ് ഓഫ് ഇഷ്യൂസ് ആയിരിക്കും അവർക്കുണ്ടാവുക. അപ്പോൾ ഈ പല ടൈപ്പ് ഓഫ് ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള സൊല്യൂഷൻസും ഈ ആസ്പിരൻസ്, ഈ പറയുന്ന മെൻറ്റേഴ്സിന് അറിയാം. ഓക്കെ, അപ്പോൾ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു മെൻറ്റേഴ്സിൻ്റെ അടുത്ത് പോയി മെൻറ്റർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ് അവരുടെ ഇഷ്യൂ റെക്ടിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ. പ്രിലിംസ് ടെസ്റ്റ് സീരീസിന് മാർക്ക് വരുമ്പോൾ പലർക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോ മാർക്കായിരിക്കാം, പലർക്കും ഏറ്റക്കുറച്ചിലുണ്ടാകാം. ഇത് അവരുടെ കോൺഫിഡൻസിനെ വല്ലാതെ ബാധിക്കാറുണ്ട്. പലരും പ്രിപ്പറേഷൻ തന്നെ നിർത്തിയിട്ട് പോകുന്ന അവസ്ഥകളും വരാറുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് സ്റ്റുഡൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് പല ആൾക്കാരുടെയും എക്സ്പീരിയൻസ് എന്നാണ് ഈ കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരാൾക്ക് 25 മാർക്കാണ് ഔട്ട് ഓഫ് 200 ഫസ്റ്റ് എക്സാമിന് കിട്ടിയെന്ന് വയ്ക്കുക. അപ്പോൾ അയാൾ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു, അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് വെൽ പ്രിപ്പയർഡ് ആവുന്നു, എക്സാം എഴുതുന്നു. അയാൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് അതൊരു 50 മാർക്സായിട്ട് കൂടിയാൽ അയാൾക്ക് ഗെയിൻ കിട്ടി, അല്ലെങ്കിൽ വർക്ക് ഇട്ടതിന് റിട്ടേൺസ് കിട്ടി എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് കോൺഫിഡൻസ് കൂടും. ചില കുട്ടികൾക്ക് ഇതുണ്ടാവില്ല. ചില കുട്ടികൾ 25 മാർക്ക് കിട്ടിയ ഒരാൾ അടുത്ത എക്സാം എഴുതുമ്പോൾ വീണ്ടും 30-ലായിരിക്കും. ചിലപ്പോൾ വീണ്ടും ഒരു പരീക്ഷ എഴുതുമ്പോൾ അത് വീണ്ടും 20-ലേക്ക് പോകും. ഇങ്ങനത്തെ സിനാരിയോസും വരാറുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് ആണ് സാധാരണ കോൺഫിഡൻസ് പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ അവർ അറിഞ്ഞിരിക്കേണ്ടത് ഇതൊരു ക്യുമുലേറ്റീവ് നോളജിൻ്റെ ഗെയിമാണ്. നമ്മൾ ഇന്ന് പഠിച്ച് നാളെ പോയി പരീക്ഷ എഴുതുന്ന സ്റ്റൈലിലുള്ള ഒരു പരീക്ഷ അല്ലല്ലോ. നമ്മൾ ഇന്ന് പഠിച്ച സാധനം തന്നെ നാളെ എക്സാമിന് ചോദിക്കണമെന്നും ഇല്ല. സിലബസിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ വളരെ കോംപ്രിഹെൻസീവായിട്ട് പഠിച്ച് ടോട്ടലി നോളജബിൾ ആയാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിട്ടേൺസ് വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സിനാരിയോയിൽ ഒരു കുട്ടി 25 മാർക്സ് മേടിക്കുന്നു, രണ്ടാമത് 50 മാർക്സിലേക്ക് കയറുന്നു. ആ കുട്ടിക്ക് സംഭവിച്ചത് എന്താ? ആൾക്ക് ആദ്യത്തെ പരീക്ഷയ്ക്ക് 25 കിട്ടിയുള്ളൂ. പക്ഷേ രണ്ടാമത്തെ പരീക്ഷയ്ക്ക് വന്നപ്പോഴേക്കും ആ ആളുടെ ക്യുമുലേറ്റീവ് നോളജ്, അതായത് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള നോളജ് അല്ല, ക്യുമുലേറ്റീവ് നോളജ്, ടോട്ടൽ നോളജ് കൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് റിട്ടേൺസ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഞാനൊരു തമ്പ് റൂൾ പറയാം. ഇപ്പോൾ നമ്മളൊരു എക്സാം എഴുതുമ്പോൾ 200 ഒരു 25 to 30 മാർക്സാണ് നമുക്ക് കിട്ടുന്നുള്ളൂ ഫോർ 1 or 2 or 3 എക്സാംസ് കൺസിക്യൂട്ടീവ്ലി കിട്ടുന്നുള്ളൂ എങ്കിൽ അതിനർത്ഥം അയാൾക്ക് കൃത്യമായ കണ്ടൻറ്റ് ഗ്യാപ്പ് ഉണ്ട് എന്നാണ്. എന്നാൽ
ഒരു 90 മാർക്സ് അല്ലെങ്കിൽ 80 മാർക്സ് അവിടെയാണ് ആളുടെ മാർക്ക് വന്ന് നിൽക്കുന്നതെങ്കിൽ ഔട്ട് ഓഫ് 200, അതിനർത്ഥം കണ്ടൻറ്റ് ഏകദേശം ഓക്കെയാണ്. പക്ഷേ മറ്റ് ചില പ്രശ്നങ്ങൾ, ഫോർ എക്സാമ്പിൾ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂ ആകാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് വായിക്കാത്തതിൻ്റെ ആകാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതാകാം. അങ്ങനെയുള്ള സ്ട്രാറ്റജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങളായിരിക്കാം അവിടെ പരിഹരിക്കപ്പെടേണ്ടത്. അപ്പോൾ ഈ ഗ്യാപ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മുടെ മാർക്ക് എവിടെ നിൽക്കുന്നു, അതനുസരിച്ചിട്ട് നമ്മൾ കൂടുതൽ വർക്ക് അവിടേക്ക് കൊടുക്കുക. ഒരു 95 മാർക്സ് കിട്ടുന്ന ഒരാൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കണ്ടൻറ്റിനൊപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് ആ ഒരു സ്കില്ല് ഹോൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതേസമയം 25-30 മാർക്സ് കിട്ടുന്ന ഒരാൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലുപരി തൻ്റെ ബേസ് കണ്ടൻറ്റ്, തൻ്റെ നോളജ് ലെവൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സിസ്റ്റമാറ്റിക്കായിട്ടൊരു മെൻറ്റർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും അറ്റ് ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് ഓഫ് ദെയർ പ്രിപ്പറേഷൻ. ആ കുട്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ഒരു മെൻറ്റർക്ക് പറ്റും. എന്ത് ടെക്സ്റ്റ് റെഫർ ചെയ്യണം, അല്ലെങ്കിൽ ഏത് ടോപ്പിക്ക് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യണം. ഈ വക ഇടപെടലുകളിലൂടെ കുട്ടികൾക്ക് സാരമായ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും, പെട്ടെന്ന് തന്നെ ഉണ്ടാകും. സോ അവിടെയാണ് ഈ മെൻറ്റർഷിപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്, കുട്ടികൾക്ക് കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നതും. അതിൻ്റെ അകത്ത് ഞാൻ ഒന്ന് ആഡ് ഓൺ ചെയ്യാം. സാധാരണ ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് ഒക്കെ കഴിഞ്ഞ ആസ്പിരൻസ് ഈ പ്രിലിംസ് ടെസ്റ്റ് സീരീസിൻ്റെ കാര്യമാണല്ലോ അപ്പോൾ പറഞ്ഞത്. സാധാരണ അവർ ഫസ്റ്റ് ഒരു പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ആദ്യത്തെ അറ്റംപ്റ്റിലേക്ക് എടുക്കുമായിരിക്കും. പിന്നീട് നമ്മൾ അങ്ങോട്ട് കാണുന്നത് സാധാരണഗതിയിൽ ഭൂരിപക്ഷം ആസ്പിരൻസും ഈ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് എടുക്കില്ല. അവരേതെങ്കിലും ടെസ്റ്റ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അത് ചുമ്മാ ചെയ്ത് നോക്കും. ചെയ്യുന്നത് നല്ലതാണ്, അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഒരു ടെസ്റ്റ് സീരീസ് എടുത്താലുള്ളൊരു ഗുണമെന്ന് പറയുന്നത് ടെസ്റ്റ് സീരീസിന് ശേഷം മെൻറ്റേഴ്സിൻ്റെ ഫീഡ്ബാക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസും ഫീഡ്ബാക്കും മെൻറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ ഈ ഓരോ ഇഷ്യൂസ്, ഓരോ ടൈപ്പ് ഓഫ് ആസ്പിരൻസിൻ്റെ ഇഷ്യൂസ് മെൻറ്റർക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്താണ് ഈ പെർട്ടിക്കുലർ ആസ്പിരൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ ആ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, നമുക്ക് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോഴേ ആ ഗ്രോത്ത് ട്രജക്ടറി ഇങ്ങനെ കൂടി വരുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മാർക്കിൽ സ്റ്റക്കായി കിടക്കും. അതാണ് പ്രശ്നം. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. കോൺഫിഡൻസ് ആണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാനൊക്കെ ചില കുട്ടികളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഒരു ഫേക്ക് കോൺഫിഡൻസിൻ്റെ ഒരു കച്ചയങ്ങ് എടുത്തിടും. എന്നിട്ട് അവരങ്ങ് പ്രിപ്പറേഷനിലേക്ക് പോകും. അതായത് എനിക്ക് പറ്റും എന്നൊരു തോന്നൽ ഉള്ളിലുണ്ടാകും. പക്ഷേ ഇഫക്റ്റീവായിട്ട് പ്രിപ്പറേഷനിൽ ഗെയിൻസ് ഒന്നും ഉണ്ടാവില്ല. അതായത് വർക്ക് ഇടുന്നു എന്ന് അവർക്ക് തോന്നുമെങ്കിലും റിട്ടേൺസ് ഇല്ലാത്ത വർക്കായിരിക്കും. അതായത് മാർക്ക് കൂടുന്നുണ്ടാവില്ല. എഫേർട്ട് ഇടും, പക്ഷേ മാർക്ക് കൂടില്ല. പക്ഷേ എനിക്ക് പറ്റും, എനിക്ക് കോൺഫിഡൻ്റ് ആണ്, ഞാൻ അടിച്ചെടുക്കും, അടുത്ത അറ്റംപ്റ്റ് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇങ്ങനെ അങ്ങ് പോകും. അതൊരു ഫേക്ക് കോൺഫിഡൻസ് ആണ്. നമ്മൾ റിയാലിറ്റി എപ്പോഴും ചെക്ക് ചെയ്യണം. റിയാലിറ്റി ചെക്ക് നടത്തുന്ന ടെസ്റ്റുകളിലൂടെയും സത്യസന്ധമായ വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഡീലിങ്ങിലൂടെയും മെൻറ്റേഴ്സിൻ്റെ അടുത്ത് വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് എന്താണ് ഇഷ്യൂ ഉള്ളത്, അല്ലെങ്കിൽ മാർക്ക് കുറവാണെങ്കിൽ മാർക്ക് കുറവാണെന്നുള്ളത് അക്നോളജ് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, അതാണ് വേണ്ടത്. അപ്പോൾ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വി ഷുഡ് ബി കോൺഫിഡൻറ്റ്, മേ ബി എ ലിറ്റിൽ ഓവർ കോൺഫിഡൻറ്റ് ഓൾസോ അറ്റ് സം പോയിൻ്റ് ഓഫ് പ്രിപ്പറേഷൻ. ബട്ട് കംപ്ലീറ്റ്ലി റിയാലിറ്റിയെ മറന്നുകൊണ്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ദാറ്റ് ഇസ് വെരി ഡെഡ്ലി. അത് ചെയ്യാൻ പാടില്ല. നമ്മൾ റിയാലിറ്റി ചെക്ക് നടത്തിക്കൊണ്ടിരിക്കുക, മെൻറ്റേഴ്സുമായിട്ട് കോൺസ്റ്റൻറ്റ് ടച്ചിലിരിക്കുക എന്നുള്ളതാണ്. അതും വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് മെൻറ്റേഴ്സുമായിട്ട് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ വളരെ കൃത്യമായി അക്കൗണ്ടബിളായിട്ട് പോവുകയാണെങ്കിൽ 1-2 വർഷത്തിൽ തീർച്ചയായിട്ടും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ആ ലൂപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അത് വിഷ്വൽ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. യെസ്. നമ്മൾ ടെസ്റ്റ് സീരീസ് പറയുന്ന സമയത്ത് ചില കുട്ടികൾക്ക് നല്ല മാർക്ക് കാണും. അപ്പോൾ ഈ മാർക്ക് കുറവുള്ള ആൾക്കാർ അവരുമായിട്ട് കമ്പയർ ചെയ്യും, അങ്ങനെ ടെൻഷൻ വരും. പിയർ ഗ്രൂപ്പിന് അങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ആ ഒരു ബൗണ്ടറി നമ്മൾ എങ്ങനെയാണ് വയ്ക്കേണ്ടത് പിയേഴ്സുമായിട്ടുള്ളത്? ഈ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി അത് പറഞ്ഞ പോലെ എന്താണ്, അത് നല്ലൊരു കാര്യമാണ്. അറ്റ് ദി സെയിം ടൈം ചിലപ്പോൾ പോയ്സണുമായിട്ട് വരാറുണ്ട്. അപ്പം നമുക്കെപ്പോഴും പിയർ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുമ്പോൾ ആക്റ്റീവ്ലി പ്രിപ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പുമായിട്ട് കണക്റ്റഡ് ആവുക എന്നുള്ളതാണ്. ആക്റ്റീവ് പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ദേ ഷുഡ് ബി ലൈക്ക് വെരി സീരിയസ് അബൌട്ട് ദി പ്രിപ്പറേഷൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പുമായിട്ട് പ്രിപ്പറേഷൻ നടത്തുമ്പം അവരിൽ നിന്ന് നമുക്ക് കുറേ ഗുണങ്ങൾ കിട്ടും, കൺസിസ്റ്റൻസി കിട്ടും. അവർക്കൊരു ഷെഡ്യൂൾ ഉണ്ടാകും, നമ്മൾ ആ ഷെഡ്യൂളിൽ പോകും. ചിലപ്പോൾ ചില ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ്, മെയിൻസിൻ്റെ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് വയ്ക്കുമ്പോൾ നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കൂട്ടത്തിൽ ഇത് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓരോ ദിവസവും അവർ പ്രിപ്പയർ ചെയ്യുന്തോറും അവരുടെ ഓരോ ദിവസത്തെ നോളജ് ലെവൽ കൂടി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് അഥവാ കൂട്ടത്തിലിരിക്കുന്ന ഒരാൾക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫിൽഡായി പോകും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പക്ഷേ ചില സമയത്ത് ചില മിസ്റ്റേക്സും നമുക്ക് പറ്റാറുണ്ട്. അതായത് ഒരു കുട്ടി ഒരു പരീക്ഷ എഴുതി, ആ പരീക്ഷയ്ക്ക് അയാൾക്ക് മാർക്ക് കുറഞ്ഞു. അപ്പോൾ അയാളുടെ സുഹൃത്തിൻ്റെ മാർക്ക് നോക്കി, സുഹൃത്തിന് നല്ല മാർക്കുണ്ട്, ആ പിയർ ഗ്രൂപ്പിലുള്ള ഒരാളാണ് ആ കുട്ടി. അപ്പോൾ അയാൾ കൺസിസ്റ്റൻ്റായിട്ട് 2 പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ
ഈ കുട്ടി പോയിട്ട് ആ ആളോട് ഉപദേശം ചോദിക്കും. അതായത് മാർക്ക് കുറഞ്ഞ ആൾ മാർക്ക് കൂടിയ ആളോട് ഉപദേശം ചോദിക്കും. സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണിത്. അപ്പം ആ ആളൊരു ഉപദേശം കൊടുക്കുകയാണ്. അത് ചിലപ്പോൾ ശരിയായി വരും, ആ ഉപദേശം ചിലപ്പോൾ കറക്റ്റായിരിക്കും, ഇയാൾക്ക് വർക്കാവും. ചില സമയത്ത് അത് വർക്കാവില്ല. ചിലപ്പോൾ അത് അയാൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ മാർക്ക് കിട്ടിയ ആളുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. ഈ ആളുടെ പ്രശ്നം പോലും ചിലപ്പോൾ അതായിരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ ശ്രദ്ധിക്കണം. നമ്മൾ ഉപദേശം എടുക്കേണ്ടത് പ്രോപ്പറായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കണം. അല്ലാത്ത പക്ഷം ഉപദേശങ്ങളിലൂടെ, അതായത് ഈ പറഞ്ഞ പിയേഴ്സിൻ്റെ ഇടയ്ക്ക് നിന്ന് കിട്ടുന്ന ഉപദേശങ്ങളിലൂടെ പ്രിപ്പറേഷനിൽ നിന്ന് പോയി അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് വരാതെ പോകുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സാറിന് മേ ബി ആഡ് ചെയ്യാനുണ്ടോ അതിനകത്ത് എന്തെങ്കിലും? യെസ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പിയേഴ്സിൻ്റെ മാത്രമല്ല, ഇപ്പോൾ ചില ആസ്പിരൻസ് ടോപ്പേഴ്സിൻ്റെ ടോക്സ് കേൾക്കാറുണ്ട്. യൂട്യൂബിലൊക്കെ നമുക്ക് അവൈലബിൾ ആണത്. അപ്പോൾ ടോപ്പേഴ്സ് അവരുടെ പല സ്ട്രാറ്റജീസും ഷെയർ ചെയ്യാറുണ്ട്. നല്ല കാര്യം തന്നെയാണ്. ടോപ്പേഴ്സിൻ്റെ പല സ്ട്രാറ്റജീസും നമ്മൾ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ടോപ്പേഴ്സിൻ്റെ സ്ട്രാറ്റജീസ് നമുക്ക് വർക്ക് ചെയ്യില്ല. അത് അവർക്ക് വർക്ക് ചെയ്യുമായിരുന്നു, നമുക്ക് വർക്ക് ചെയ്യില്ല. കാരണം നമ്മുടെ പ്രിപ്പറേഷൻ്റെ രീതി വേറെയാണ്, നമ്മുടെ നോളജിൻ്റെ ലെവൽ വേറെയാണ്. അപ്പോൾ അയാളെ വെച്ച് നമ്മളെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. അയാൾ ചെയ്ത അതേ രീതികൾ തന്നെ നമ്മൾ തന്നെ കോപ്പി അടിക്കാൻ പാടില്ല. നമുക്ക് നമ്മുടേതായ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അത് ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു മെൻറ്ററായിരിക്കും. കാരണം മെൻറ്ററിന് ഒരു ആസ്പിരൻറ്റിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയ ഒരു മെൻറ്ററിന് ആസ്പിരൻറ്റിൻ്റെ ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും പിയേഴ്സിൻ്റെ ആണെങ്കിലും ടോപ്പേഴ്സിൻ്റെ ആണെങ്കിലും സ്ട്രാറ്റജീസ് അതുപോലെ തന്നെ കോപ്പി അടിക്കാനല്ല നോക്കേണ്ടത്. ആ സ്ട്രാറ്റജീസ് ഓക്കെ, നിങ്ങൾക്ക് ഒരു നല്ലൊരു സ്ട്രാറ്റജി തോന്നി, അത് വർക്ക് ചെയ്യുമെന്ന് തോന്നി, യു ഡിസ്കസ് വിത്ത് ദ മെൻറ്റർ. അപ്പോൾ മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ മെൻറ്ററും കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ ഓക്കെ, യു ക്യാൻ ട്രൈ ദാറ്റ്. അല്ലാത്ത പക്ഷം നമ്മൾ ബ്ലൈൻഡായിട്ട് ഒരു സ്ട്രാറ്റജിയെ ഫോളോ ചെയ്യുന്നത് ഈ പറഞ്ഞ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ഒരു ചാൻസ് ഇല്ലേ, നമ്മുടെ ഓരോ വർഷമാണ് UPSC എക്സാം വരുന്നത്. നമ്മൾ ഓരോ വർഷവും നമ്മുടെ ഓരോ ചാൻസ് എടുത്ത് നോക്കുകയാണ്, അത് വർക്ക് ചെയ്യുമോ. അങ്ങനെ ടെസ്റ്റ് ചെയ്താണ് ആളുകൾ ഈ അറ്റംപ്റ്റ് കൂടി പോകുന്നത്. പിന്നെ അവിടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടോ സാർ. അതായത് ഈ ടോപ്പേഴ്സിൻ്റെ കാര്യം സാർ പറഞ്ഞല്ലോ. ടോപ്പേഴ്സിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ചിലതുമുണ്ട്. ഫോർ എക്സാമ്പിൾ അവരുടെ ഒരു ആൻസർ പേപ്പർ നമ്മൾ നോക്കുകയാണ്, ടോപ്പേഴ്സ് കോപ്പി ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ ടോപ്പേഴ്സ് കോപ്പി എടുത്തിട്ട് അവർ ഒരു ആൻസർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ട് അവർക്ക് മാർക്ക് കിട്ടി എന്നുള്ളൊരു അനാലിസിസ് നമ്മൾ നടത്തുന്നത് ഹെൽപ്ഫുള്ളാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ഐഡിയ കിട്ടി. അതായത് ഇപ്പോൾ ഒരു GS1 ഒരു ആൻസർ ഷീറ്റ് എടുത്തു, നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അവർ ആൻസർ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, ഡിമാൻഡ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ, അവർ എക്സാമ്പിൾ എങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ട്, എക്സാമ്പിൾ എത്ര റിലവൻ്റ് ആയിട്ടാണ് അയാൾ ആ പർട്ടിക്കുലർ പോയിൻറ്റിന് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനും അത് മിമിക് ചെയ്യാനും നമുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ ഇവരുടെ പ്രിപ്പറേഷനിൽ ഇവരുടെ സ്ട്രാറ്റജി റൈറ്റിംഗ്, അതായത് ഹെഡിങ്സ് എങ്ങനെ കൊടുത്തിരിക്കുന്നു, നമ്പറിങ് എങ്ങനെ ചെയ്തിരിക്കുന്നു, ഡയഗ്രാംസ് എങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് മിമിക് ചെയ്യാൻ ശ്രമിക്കാം. കാരണം അതൊക്കെ നമുക്ക് റിട്ടേൺസ് തരും. അറ്റ് സെയിം ടൈം സ്ട്രാറ്റജി, സാറ് പറഞ്ഞാൽ സ്ട്രാറ്റജി നമ്മൾ അവരുടെ നിന്ന് ബ്ലൈൻഡായിട്ട് കോപ്പി ചെയ്യരുത്. കാര്യം ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്ത് പഠിക്കുകയും ഓരോ തരത്തിലുള്ള എക്സ്പോഷർ കിട്ടി വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വർക്കാവുന്നത് നമുക്കൊരിക്കലും മറ്റൊരാൾക്ക് വർക്കാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതെപ്പോഴും ഒരു ഡിസ്കഷനിൽ വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാനും. സാർ നേരത്തെ പറഞ്ഞല്ലോ സ്ട്രാറ്റജിയും പ്ലാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി വെല്ലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക? എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജീവിതത്തിൽ വേണ്ട ഒരു തമ്പ് റൂൾ എന്ന് പറയുന്നത് ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ മീൻസ് സ്റ്റഡീസിലൊരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അതായത് ഞാൻ കണ്ടിട്ടുള്ള റിസൾട്ടിലേക്ക് വന്നിട്ടുള്ള ആസ്പിരൻസിന് എല്ലാവർക്കും തന്നെ അവർക്ക് ഉള്ളൊരു കോമൺ ഫാക്ടറാണ് ദേ ആർ വെൽ ഡിസിപ്ലിൻഡ് ഇൻ ദെയർ സ്റ്റഡീസ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാൻ ഇല്ലാതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ചില ആളുകൾ കേൾക്കാറില്ല, ഞാൻ ഒരു ദിവസം 12 മണിക്കൂർ പഠിക്കാറുണ്ട്, ചില ആൾക്കാർ 10 മണിക്കൂർ പഠിക്കാറുണ്ട്, 15 മണിക്കൂർ പഠിക്കാറുണ്ട്. പക്ഷെ അവരൊന്നും റിസൾട്ട് ആവുന്നത് ചിലപ്പോൾ നമ്മൾ കാണാറുണ്ടാവില്ല. എന്നാൽ ഒരു 4-5 മണിക്കൂർ പഠിക്കുന്ന ആൾ ചിലപ്പോൾ റിസൾട്ടിലേക്ക് വരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വൈ ഇസ് ദാറ്റ്? അപ്പോൾ റീസൺ ഇതാണ്, 12 മണിക്കൂർ ഇരിക്കുന്ന ഒരാൾ ഇഫക്റ്റീവ്ലി ഒരു 2 മണിക്കൂറിൻ്റെ പഠിത്തമായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. 5 മണിക്കൂർ പഠിച്ച ആൾ 5 മണിക്കൂർ പഠിച്ചിട്ടുണ്ടാവും. മനസ്സിലായി? അപ്പോൾ പഠിക്കുന്നതിന് ഒരു പ്ലാൻ വേണം.
ഒരു രാവിലെ സൂര്യൻ ഉദിക്കുന്നത് മുതൽ രാത്രി കടക്കുന്നത് വരെ ഉള്ളതിൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെ പഠിക്കും, ഓരോ ദിവസം എന്തൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റും എന്ന് നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാൻ ആയിരിക്കും വേണ്ടത്. വേറൊരാളുടെ പ്ലാൻ കേട്ടിട്ട് ഓക്കെ എൻ്റെ ഫ്രണ്ട് 12 മണിക്കൂർ പഠിക്കുന്നു അതുകൊണ്ട് ഞാൻ 12 മണിക്കൂർ പഠിച്ചേക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ 2 ദിവസം ചെയ്യുമായിരിക്കും, 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും പഠിത്തം നിർത്തിയിട്ട് പൂട്ടിയടച്ചിട്ട് പോകും. അപ്പോൾ അത് നടക്കില്ല. നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് എത്ര നേരം പഠിക്കാൻ പറ്റുമെന്ന് നോക്കുക. അത് ഇപ്പോൾ ആദ്യത്തെ ദിവസം 3 മണിക്കൂറേ പഠിക്കാൻ പറ്റുമെന്നുള്ളൂവെങ്കിൽ 3 മണിക്കൂർ പഠിച്ചാൽ മതി. ഗ്രാജുവലി അത് കൂട്ടി കൊണ്ടുവരണം. ഇപ്പോൾ 3 മണിക്കൂർ നിന്ന് 4 ആവും, പിന്നെ ഒരു ദിവസം 5 ആവും, 6 ആവും, 7 ആവും, 8 ആവും, ഒരു മാക്സിമം ഒരു 10 മണിക്കൂറൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മതി. ഒരു ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം അത് ധാരാളമാണ്. 8-10 മണിക്കൂർ പഠിച്ചാൽ അത് ധാരാളമാണ്. ഇൻക്ലൂഡിങ് ക്ലാസ് അവേഴ്സ്. ഇൻക്ലൂഡിങ് ക്ലാസ് അവേഴ്സ്. അപ്പോൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കുക. ആൻഡ് ഇനി പല ആളുകൾ ഈ ടൈം ടേബിൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇത് എക്സിക്യൂട്ട് ചെയ്യാറില്ല. നേരത്തെ പറഞ്ഞ പോലെ അത് എക്സിക്യൂട്ട് ചെയ്യാറില്ല. എക്സിക്യൂട്ട് ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. അവർക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അക്കൗണ്ടബിലിറ്റിയും കൂടെ ഉണ്ടെങ്കിലേ ഈ പറയുന്ന പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവിടെയാണ് ഒരു മെൻറ്ററിൻ്റെ റോള് വരുന്നത്. ഇപ്പോൾ മെൻറ്ററിൻ്റെ അടുത്ത് അക്കൗണ്ടബിൾ ആണെങ്കിൽ, മെൻറ്ററിൻ്റെ അടുത്ത് ഒരു പ്ലാൻ പറഞ്ഞ് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീസ് അക്കൗണ്ടബിൾ ടു ദ മെൻറ്റർ. അപ്പോൾ മെൻറ്ററിൻ്റെ അടുത്ത് അക്കൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ അയാളുടെ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ മെൻറ്റർഷിപ്പ് സ്റ്റുഡൻസിന് മെൻറ്റർഷിപ്പ് കൊടുക്കുമ്പോൾ പ്രിപ്പറേഷന് അവർ പറയുന്ന പ്ലാൻ അവർക്ക് നമ്മളൊരു പ്ലാൻ ഇട്ട് കൊടുക്കുകയല്ല. അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും അവർക്കൊരു പ്ലാൻ കൊടുക്കുക, സ്റ്റഡി ഷെഡ്യൂൾ കൊടുക്കുക. അപ്പോൾ അത് അവർ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും. അപ്പോൾ ദേ ആർ അക്കൗണ്ടബിൾ. അപ്പോൾ എല്ലാ ദിവസവും ഇത് എനിക്ക് പഠിക്കണം, എൻ്റെ മെൻറ്ററിനെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു രീതിയിലൂടെ സ്റ്റഡീസ് കൊണ്ടുപോകാൻ പറ്റും. യെസ്, അതിനകത്ത് സാറ് പറഞ്ഞാലൊരു ഇമ്പോർട്ടൻറ്റ് സാധനമുണ്ട്. നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതായത് ചിലപ്പോൾ നമുക്ക് ഡെയിലി മെൻറ്ററോട് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷേ ഒന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് പോലും, ഒരു വാട്സാപ്പിൽ ഇന്നത്തെ ടാസ്ക് ഞാൻ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ടാസ്ക് ഇതൊക്കെയാണ് എനിക്ക് മെൻറ്റർ സജസ്റ്റ് ചെയ്തിരുന്നത്, ഇതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് മെൻറ്ററോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാതെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുകയും കൂടാതെ മെൻറ്റർ നമ്മളെ കൃത്യമായി ചാർട്ട് ചെയ്യുകയും ചെയ്യും. നമ്മുടെ പ്രോഗ്രസ് ചാർട്ട് ചെയ്യാൻ അദ്ദേഹത്തിനും എളുപ്പമായിരിക്കും. നമ്മൾ എവിടെ വരെ പോയിട്ടുണ്ട്, എവിടെ വരെ പഠിച്ചു, എന്തൊക്കെ ടോപ്പിക് കവേർഡാണ്, ഇനി എന്തൊക്കെ ചെയ്യണം, ഇനി ഇതൊക്കെ കവർ ചെയ്തിട്ട് എക്സാമിന് മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ എവിടെയാണ് ഗ്യാപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ മെൻറ്റേഴ്സിനും അതൊരു എളുപ്പമാണ്. അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റിക്കൊപ്പം ആഡ് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് നമ്മുടെ ഒരു ദിവസത്തെ ടാർഗറ്റ് എത്ര വലുതാവാം നമ്മുടെ ടാർഗറ്റ്. ഈ പല ആൾക്കാരും ഓവർവെൽംഡ് ആയിപ്പോവും. വലിയ ടാർഗറ്റ്സൊക്കെ വെക്കും, ഇന്ന ദിവസം ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അത് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്രയും വലുതായിരിക്കും ഒരു ബിഗിനർക്ക്. അങ്ങനെയുള്ളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് കിട്ടാതെ വരുമ്പോൾ കോൺഫിഡൻസ് പോകും, വിഷം വരും, സ്ട്രെസ്സാകും. അത് പാടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡൂവബിളായിട്ടുള്ള ചെറിയ ടാർഗറ്റ്സ് വെച്ച് അത് ഫിനിഷ് ചെയ്യുക. അങ്ങനെ ഓരോ ടാർഗറ്റ്സ് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. നമ്മൾ ആ ഹാപ്പിനെസ്സിൻ്റെ റിസൾട്ട് ഈൽഡ് ചെയ്ത് അതിൽ നിന്ന് അടുത്ത ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ഈ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഇത് ആക്ച്വലി ശരിയാണ്. നമ്മൾക്ക് ഈ പഴഞ്ചൊല്ലൊക്കെ കറക്റ്റാണ്. വളരെ സ്ലോ ആയിട്ട് പക്ഷേ സ്റ്റഡി ആയിട്ട് പഠിച്ച് തീർക്കാൻ പറ്റും. ഈ സ്റ്റഡി എന്ന് പറയുന്നതിനകത്താണ് ഈ അക്കൗണ്ടബിലിറ്റി ഒക്കെ വരുന്നത്. അക്കൗണ്ടബിലിറ്റി, അതുപോലെ നമ്മുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഡെയിലി ടാർഗറ്റ്സ് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. സോ ദാറ്റ് ഇസ് ഹൗ ലൈക്ക് വൺ ഇസ് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ലേണിംഗ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നമ്മൾ UPSC പ്രിപ്പറേഷൻ പറയുമ്പോൾ എലിഫൻറ്റ് ഇൻ ദ റൂം എന്ന് പറയുന്ന മെയിൻസാണ്. ഈ മെയിൻസ് സ്റ്റുഡൻസ് മെയിനായിട്ട് കാണിക്കുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ, അതിനുള്ള സൊല്യൂഷൻ? മെയിൻസിൻ്റെ മിസ്റ്റേക്സ് തുടങ്ങുന്നത് ഒരു ആസ്പിറൻ്റ് അവരുടെ ഒരു പ്രിലിംസ് ബാച്ച് തുടങ്ങുന്ന സമയത്ത് തൊട്ടേ തുടങ്ങുന്നുണ്ട് ഈ പ്രശ്നം. അതായത് നമ്മൾ സാധാരണ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് വരുന്ന കുട്ടികൾ മെയിൻസിലേക്ക് പ്രിപ്പറേഷന് പിന്നെ 3 മാസത്തെ വിൻഡോ മാത്രമാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ 3 മാസത്തെ വിൻഡോയിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത് എത്തിക്സ് പോലുള്ള സബ്ജക്ട്സ് അവർക്ക് ഗ്രിപ്പ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ GS1, GS2, GS3 ഒക്കെ ഒരു പരിധി വരെ ഗ്രിപ്പുണ്ടാകും. കാര്യം അവർക്ക് പ്രിലിംസിലൊക്കെ അതിന് കുറച്ച് ലിങ്കേജസ് ഉള്ളതുകൊണ്ട്. പക്ഷേ എത്തിക്സൊക്കെ അവരുടെ കയ്യിലുണ്ടാവത്തില്ല. അതുപോലെ തന്നെ ഓപ്ഷണൽ അവരുടെ കയ്യിൽ കാണില്ല കാര്യമായിട്ട്. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങി, പ്രിലിംസ് ക്ലാസ്സുകൾ തുടങ്ങി 1, 2, 3 മാസത്തിനുള്ളിൽ തന്നെ മെയിൻസിനെ പറ്റി ഒരു ധാരണ വേണം. ഞാൻ പറയുന്നത് മെയിൻസിൻ്റെ ഫുൾ സബ്ജക്റ്റ് പഠിച്ച് തീർക്കണമെന്നോ അല്ലെങ്കിൽ ഫുള്ളി മെയിൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്നോ അല്ല. അത് ചെയ്യാനും പറ്റില്ല. കാര്യം പ്രിലിംസിൻ്റെ കുറേ കാര്യങ്ങൾ ഫാക്റ്റൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് മെയിൻസിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മെയിൻസ് ഫുൾ ഓൺ പ്രിപ്പറേഷൻ നമുക്ക് അങ്ങനെ തുടങ്ങാനൊക്കത്തില്ല. പക്ഷേ മെയിൻസിൻ്റെ പേപ്പറുകളെ പറ്റി ധാരണ വേണം.
അതായത് പേപ്പർ 2-ൽ ഗവേണൻസിൽ നിന്ന് എന്തൊക്കെ തരം ചോദ്യങ്ങൾ വരുന്നു എന്ന് ചോദിച്ചാൽ ഒരു 3-ാമത്തെ മാസം അല്ലെങ്കിൽ 4-ാമത്തെ മാസം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് ധാരണ വേണം. എത്തിക്സിൻ്റെ ഫസ്റ്റ് പാർട്ട് എയിൽ എന്തൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിൽ ആറ്റിറ്റ്യൂഡിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു, തിങ്കേഴ്സിൻ്റെ കോട്ട്സിനെ പറ്റി അല്ലെങ്കിൽ കോട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ടല്ലോ, കോട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു, അതൊരു ധാരണ വേണം. ഇനി GS 1-ലാണെങ്കിൽ പേഴ്സണാലിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഈ വർഷം വന്നിരുന്നു. അപ്പോൾ യൂഷ്വലി ഗാന്ധിജി വരാറുണ്ട്, അംബേദ്കർ വരാറുണ്ട്, അങ്ങനെ വരാറുണ്ട്. ഇത്തവണത്തെ മെയിൻസിൽ വന്നതാരാ? ഫൂലെയാണ്, ജ്യോതിബ ഫൂലെ. അപ്പോൾ ഇതുപോലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദിസ് എക്സാമിനേഷൻ അബൌട്ട് മെയിൻസ് അത് നമുക്കൊരു 3rd month മുതൽ വേണം എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിലുള്ള ഗുണം എന്താ? നമ്മുടെ പ്രിപ്പറേഷൻ അതനുസരിച്ച് സ്ട്രീം ലൈൻ ഉണ്ടാകും. മെയിൻസിന് ഇതൊക്കെയാണ് വരുന്നത്. സോ നമ്മുടെ പത്രം വായിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കണ്ടൻറ്റ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ മെയിൻസിലൊരു ആൻസർ നന്നായിട്ട് എഴുതാൻ പാകത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആവും. അതൊക്കെ ആ ജേണിയിൽ ആ ഒരു 3-ാം മാസം മുതൽ തുടങ്ങാൻ പറ്റും. അപ്പോൾ പ്രിലിംസ് കണ്ടൻറ്റ് പഠിക്കുന്നു, കൺസെപ്റ്റ് മനസ്സിലാക്കുന്നു, അതിനൊപ്പം മെയിൻസിനെ പറ്റി ഒരു അവബോധവും ഉണ്ടാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്തിക്സിനാണൊക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്തിക്സിന് വേണ്ടിയൊക്കെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. ഒരു ഡെയിലി ഒരു ഹാഫ് ആൻ അവർ ഒക്കെ സ്പെൻഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ റിട്ടേൺസ് കിട്ടും. കാരണം എന്നാണെന്നറിയോ, പേപ്പർ 2-ഉം എത്തിക്സും ഒരിക്കലും കളയാൻ പറ്റില്ലാത്ത പേപ്പറുകളാണ്. കാര്യം ഫുൾ മാർക്സ് എത്തിക്സിന് വേണ്ടി ഒരു പേപ്പർ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തൊക്കെയാണ്. സോ നമ്മൾ ഇടുന്ന എഫേർട്ട് അതുകൊണ്ട് തിരിച്ച് കിട്ടും. ഇത് നിങ്ങൾ ടോപ്പേഴ്സിൻ്റെ മാർക്ക് നോക്കിയാൽ മനസ്സിലാവും. GS 2-നും എത്തിക്സിനും ടോപ്പേഴ്സിന് നല്ല മാർക്ക് കാണാറുണ്ട്. ഒരു 115, 125 ഒക്കെ എത്തിക്സിനൊക്കെ വരാറുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഇതാ കാര്യം, ഒരു പേപ്പറേ ഉള്ളൂ, അതിൻ്റെ ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺസ് അതുപോലെ കിട്ടും. ഓപ്ഷനിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഒരു മിസ്റ്റേക്ക്. പിന്നെ റൈറ്റിങ്ങിൻ്റെ ഒരു കാര്യം, ചില ആൾക്കാർ ആദ്യമേ 2-ാമത്തെ ദിവസം തൊട്ട് റൈറ്റിങ്ങിനെ പറ്റി ചിന്തിക്കും. അതും ഇമ്പോസിബിളാണ്, അത് പറ്റില്ല. പ്രിപ്പറേഷൻ തുടങ്ങി 1-2 മാസം കഴിഞ്ഞിട്ട് മതി മെയിൻസിൻ്റെ റൈറ്റിങ്ങിനെ പറ്റിയൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നത്. ആദ്യമേ ഒരു ഗുഡ് ആൻസർ എഴുതണം എന്നുള്ളതല്ല. ആദ്യമേ ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ, ഈ ചോദ്യം വന്നാൽ എനിക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സർ, നമ്മൾ 2025 മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ അറിയാം, പ്രീവിയസ് ഇയറിൽ നിന്ന് വ്യത്യസ്തമായ പാറ്റേൺസ് UPSC അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമലി പഠിച്ചിട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് അത് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതെങ്ങനെയാണ് നമ്മൾ അഡാപ്റ്റ് ആവുന്നത് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയോട്? അതിപ്പോൾ മെയിൻസിനെന്ന് മാത്രമല്ല, പ്രിലിംസിനാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നത് വൺ റീസൺ എന്ന് പറയുന്നത് ആസ്പിറൻസ് എല്ലാം വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുണ്ട്. കോമ്പറ്റീറ്റീവ് ആയതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം പല സ്ഥലങ്ങളിലും പല അക്കാഡമീസിലും പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും കുട്ടികൾക്ക് ക്യാപ്സ്യൂൾ രൂപത്തിലെല്ലാം കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു മെയിൻസിൻ്റെ ആൻസർ എടുക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നുള്ള ആ പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് വരേണ്ട എല്ലാ ഡൈമെൻഷൻസ്, അതിൻ്റെ അകത്ത് വരേണ്ട എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ്, എക്സാമ്പിൾസ്, ഇതെല്ലാം ഒരു ആൻസർ ഫോർമാറ്റിൽ ക്യാപ്സ്യൂൾ രൂപത്തിൽ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്തെല്ലാം അതിൻ്റെ അകത്ത് എഴുതാം എന്ന് അയാൾ ഓൾറെഡി അറിഞ്ഞു വെച്ചിട്ടായിരിക്കും പോവുക. അപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് UPSC മറ്റൊരു രീതിയിൽ ചോദ്യം ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബിക്കോസ് നൗ എ ഡേയ്സ് UPSC ഈസ് ഡിമാൻഡിങ് എ മോർ നോളജബിൾ പേഴ്സൺ. അപ്പോൾ നമ്മൾ ഈ കോപ്പി ക്യാറ്റ് പോലെ കാണാതെ പഠിച്ചു പോയിട്ട് ഈ ക്യാപ്സ്യൂൾസ് മെറ്റീരിയൽസ് നിന്ന് കാണാതെ പഠിച്ചു പോയിട്ട് അത് അങ്ങനെ തന്നെ മഗപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകൾക്കാണ് ഈ പ്രശ്നം പറ്റുന്നത്. എന്നാൽ വളരെ നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺ, അതായത് ഓരോ ടോപ്പിക്കിനെ കുറിച്ചും വ്യക്തമായ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആളുകൾക്ക് ആ ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയാണ് UPSCക്ക് വേണ്ടത്. പക്ഷേ കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ ക്യാപ്സ്യൂൾസ് വേണ്ടെന്നും അല്ല കേട്ടോ പറയുന്നത്. അതായത് ക്യാപ്സ്യൂൾസിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന ഇനീഷ്യൽ കിക്ക് സ്റ്റാർട്ടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒന്നും അറിഞ്ഞിടാതിരിക്കുന്ന ഒരാൾ മെയിൻസ് റൈറ്റിങ്ങിനെ പറ്റിയൊക്കെ ഇൻട്രൊഡ്യൂസ്ഡ് ആകുമ്പോൾ എന്തൊക്കെയാണ് ഡയമെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, എന്താണ്, എന്തൊക്കെ തരത്തിൽ നമുക്ക് അതിനെ ഫ്രെയിം വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാം, ബ്രെയിൻ സ്റ്റോം എങ്ങനെ ചെയ്തു തുടങ്ങാം, അങ്ങനെയുള്ള ഇൻപുട്സൊക്കെ എടുക്കാനായിട്ട് മേ ബി ഇതുപോലുള്ള ക്യാപ്സ്യൂൾസ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ ഓരോ പടവുകൾ കയറുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ നമ്മൾ എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എക്സാമിനൊക്കെ മുമ്പുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഒരു റിയൽ എക്സാമിന് എഴുതാൻ പറ്റുന്നൊരു ആസ്പിറൻ്റായി മാറുന്നൊരു സമയം. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും ഈ ക്യാപ്സ്യൂൾസ് ഹെൽപ്ഫുൾ ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ അവൻ ആ സമയത്ത് വെൽ റെഡ് ആയിരിക്കണം, നല്ല അനലിറ്റിക്കൽ കപ്പാസിറ്റി വേണം, ക്വസ്റ്റ്യൻസിനെ ഡിമാൻഡ് മനസ്സിലാക്കാൻ പറ്റണം കാര്യം ഇപ്പോൾ എല്ലാ ചോദ്യങ്ങളും കണ്ടില്ലേ, ഇത്തവണത്തെ GS 2-ൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡിഫറൻ്റാണ്. ഇപ്പോൾ GS 3 നോക്കിയാൽ സിലബസിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ GS 2-നകത്തു നിന്നും സിലബസിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണെങ്കിൽ പോലും ക്വസ്റ്റ്യൻ്റെ ഫ്ലേവറും ക്വസ്റ്റ്യൻ്റെ ഒരു സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട്, ചോദ്യങ്ങൾ വരുന്ന രീതിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം
അവിടെ ഒരിക്കലും നമുക്കൊരു ക്യാപ്സ്യൂൾ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ റിയലായിട്ടുള്ള നോളജ് തന്നെ വേണം, റിയലായിട്ടുള്ള അനാലിസിസ് തന്നെ വേണം, കൃത്യമായ എക്സാമ്പിൾസും ഒക്കെ അറിഞ്ഞ് എഴുതണമല്ലോ. അല്ലെങ്കിൽ ഒരു ക്ലെയിം മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് കൃത്യം പോയിന്റ് പറയേണ്ടി വരും. അപ്പോൾ അതിനൊക്കെയുള്ള നോളജ് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സാധനമുണ്ട്. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി ഗുഡ്. എന്താണ് സ്റ്റുഡൻസ് ഓരോ ദിവസം കഴിയും തോറും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല കാൻഡിഡേറ്റ്സ് വരുന്നു, നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ വരുന്നു, പഠിക്കുന്നു. സ്വാഭാവികമായിട്ടും അക്കാഡമികൾ അതിനനുസരിച്ച് അവരും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പുതിയ പുതിയ രീതികൾ അവലംബിക്കുന്നു. എസ്പെഷ്യലി AI വന്നതിന് ശേഷം മെറ്റീരിയൽസിനോ കണ്ടൻറ്റിനോ ഒരു കുറവുമില്ല. ആർക്ക് വേണമെങ്കിലും നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, നല്ല കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ എക്സാം എഴുതുന്ന ഒരാൾ അതിലും മുകളിൽ നിൽക്കണം. അല്ലെങ്കിൽ AI തരുന്നൊരു ആൻസറിനേക്കാൾ ബെറ്ററായിട്ടൊരു അനാലിസിസ് വിച്ച് ഇസ് ഡിഫിക്കൾട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി വ്യത്യസ്തമായ കൃത്യമായൊരു റിയലിസ്റ്റിക് ഹ്യൂമനിസ്റ്റിക് ആയിട്ടൊരു സാധനം എഴുതാൻ പറ്റണം. അവിടെയാണ് മാർക്ക് വരുന്നത് ഇപ്പോൾ. അപ്പോൾ ആ ഒരു ട്രെൻഡ് കഴിഞ്ഞ എക്സാം തൊട്ട് നമുക്ക് എവിഡൻ്റ് ആണ്. സർ, ലെജൻഡറി IAS മെൻറ്ററിൻ്റെ പുതിയ ബാച്ചാണ് റിഡംഷൻ മെൻറ്റർഷിപ്പ് ബാച്ച്. എങ്ങനെയാണ് ഈ ബാച്ച് സ്റ്റുഡൻസിനെ ഇവരുടെ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഓക്കെ, റിഡംഷൻ മെൻറ്റർഷിപ്പ് ബാച്ച് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ചെയ്ത തെറ്റുകളുണ്ടല്ലോ, മിസ്റ്റേക്സ് ഓർ സിൻസ് വിച്ച് വൺ ആസ്പിറൻറ്റ് ഷുഡൻറ്റ് ഡു ഓർ ഷുഡൻറ്റ് ഹാവ് ഡൺ, അത് റെക്ടിഫൈ ചെയ്യുന്ന ഒരു പേരായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ റിഡംഷൻ എന്ന് പറഞ്ഞ് കാണുന്നത്. അപ്പോൾ ഒരു കോർ മെൻറ്റർഷിപ്പാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ കാൻഡിഡേറ്റിൻ്റെയും പ്രശ്നങ്ങൾ ഓരോ വിധത്തിലായിരിക്കും. ആ ഓരോ വിധത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഓരോ കാൻഡിഡേറ്റിനെയും ഇൻഡിവിജ്വലി തന്നെ അഡ്രസ്സ് ചെയ്യുന്ന മെൻറ്റർഷിപ്പ് സെഷൻസ്, ടെസ്റ്റ് സീരീസ്, അതുപോലെ മറ്റ് ട്രെയിനിങ് ഷെഡ്യൂൾസ് ഒക്കെ അടങ്ങുന്ന ഒരു പാക്കേജാണ്. അതിൽ മെയിൻസിനുള്ള ട്രെയിനിങ് ഉണ്ട്, പ്രിലിംസിനുള്ള ട്രെയിനിങ് ഉണ്ട്, മെയിൻസിനുള്ള ടെസ്റ്റുകളുണ്ട്, പ്രിലിംസിനുള്ള ടെസ്റ്റ് സീരീസുകളുണ്ട്. അതുകൂടാതെ അവർക്ക് ഡെയിലി ടാസ്കുകളുണ്ട്. ഇതെല്ലാം ഒരു മെൻറ്റർ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടാകും, സ്റ്റഡി ചെയ്യുന്നുണ്ടാകും, ഡെയിലി ടാർഗറ്റ്സ് കൊടുത്ത് അത് വെറ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇത് ഡേ ടു ഡേ ബേസിസിൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത്രയും കോറായിട്ട് ഒരു ആസ്പിറൻറ്റിൻ്റെ കൂടെ ഒരു ജേണി ഒരു മെൻറ്റർ നടത്തും. സ്വാഭാവികമായിട്ടും ഒരു 1 or 2 വീക്സിൽ തന്നെ, 1 or 2 വീക്സ് ഒന്നും വേണ്ട, ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ആ ആളുടെ പ്രശ്നങ്ങളൊക്കെ ഒരു മെൻറ്റർക്ക് കൃത്യമായിട്ട് ചാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്നൊരു ഫേസാണ്. പിന്നെ അതനുസരിച്ച് നമ്മൾ ഈ ചെടി വളർത്തിയെടുക്കുന്ന പോലെ ആ ഒരു പ്രോസസ്സിൽ ഒരു റിസൾട്ട് വേണം എന്നുള്ളതാണ്. അപ്പോൾ പല ആൾക്കാർക്കും ഈ ഒരു എന്താണ് പ്രശ്നം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ പോകുന്ന കുട്ടികളുണ്ടല്ലോ. ഒത്തിരി പേരും അതുകൊണ്ടാണ് ഈ പറഞ്ഞ വിഷ്യ സൈക്കിളിൽ കടന്നു പോകുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്കൊരു ഒരു സൊല്യൂഷൻ, ഒരു വേ ഔട്ട് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ബാച്ചിലെ സക്സസ്ഫുള്ളായിട്ട് പോകുന്നൊരു പ്രോഗ്രാമും കൂടിയാണിത്. അപ്പോൾ റിപ്പീറ്റേഴ്സിന് പലപ്പോഴും ക്ലാസ് റൂം അസിസ്റ്റൻസ് വേണ്ടി വരാറില്ല. ഓൾറെഡി അവരൊരു PCM ഒക്കെ ചെയ്ത് വരുന്ന കുട്ടികളായിരിക്കും. കുറേ പൈസ ഏതെങ്കിലുമൊക്കെ അക്കാഡമികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് വരുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അതനുസരിച്ച് അവർക്കും കൂടി ഇത് എടുക്കാൻ പറ്റുന്ന, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രൈസിങ് സ്ട്രക്ചറൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ബാച്ചിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വേണ്ട സബ്ജക്റ്റുകൾക്ക് ക്ലാസ് റൂം അസിസ്റ്റൻസും കൊടുക്കുന്നുണ്ട്. പലപ്പോഴും എക്കണോമിക്സൊക്കെ ചില കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്, എത്തിക്സ് ചിലപ്പോൾ ബുദ്ധിമുട്ടാവാറുണ്ട്. അങ്ങനെയുള്ള സബ്ജക്ട്സ് അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഏത് സ്ഥലത്താണോ കണ്ടൻറ്റ് ഫില്ല് ചെയ്യേണ്ടത് അതിനുള്ള ക്ലാസ്സസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും. കൂടാതെ ഈ പറഞ്ഞ കോർ മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ടെസ്റ്റ് സീരീസുകളുടെ മെയിൻസിൻ്റെയും പ്രിലിംസിൻ്റെയും സപ്പോർട്ടും. ഇതുകൂടാതെ പല ആൾക്കാർക്കും ഉള്ളൊരു പ്രശ്നം ലാംഗ്വേജ് ഇഷ്യൂസ്. ഈ പ്രിലിംസിൻ്റെ സാധനം വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത കുട്ടികളും അതുപോലെ മെയിൻസിൻ്റെ ഒരു റൈറ്റിംഗ് വരുമ്പോൾ അതിൽ പ്രശ്നങ്ങൾ വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്, എസ്സേ ഒക്കെ വരുമ്പോൾ. അപ്പോൾ അതിനുള്ളൊരു ലാംഗ്വേജ് ട്രെയിനിങ്ങും അടക്കം ഈ പറയുന്ന ഒരു റിഡംഷൻ ബാച്ചിനകത്ത് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഹോളിസ്റ്റിക്കായിട്ട് കവർ ചെയ്യുന്ന എല്ലാ ഇഷ്യൂസും കവർ ചെയ്യുന്ന ഒരു ബാച്ചായിട്ടാണ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ആസ്പിരൻറ്റ് നിരവധി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള മെൻറ്റേഴ്സ് ആവശ്യമാണ്. ഒരുപാട് പ്രശ്നങ്ങളിൽ കുറച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു, പക്ഷേ സമയപരിമിതി കാരണം നമ്മൾക്കിവിടെ നിർത്തേണ്ടി വരുന്നു. പക്ഷേ ഇതുപോലെയുള്ള പുതിയ കണ്ടൻറ്റുമായിട്ട് സെഷൻസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നമുക്ക് ഇത്രയും നല്ല ഇൻസൈറ്റ്സ് തന്ന പോൾസൺ സാറിനും നിതിൻ സാറിനും താങ്ക് യു ഓൾ.